ഇപ്പൊ അവര് 3 പേരെയും കാണിക്കുകയാണ്. നേഷ ഒരു അസുര ശക്തിയാണെന്നുള്ള കാര്യം അവനോട് മറച്ചു വെച്ചാലും ഈ നാട്ടുകാരൊക്കെ അവനെ അങ്ങനെയാണ് വിളിക്കുന്നത്. ഇനി 2 വർഷമുള്ളൂ, അത് നമുക്ക് അവന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാം. ഞാൻ ഇനി അവന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം. ഞാൻ അവനെ എന്റെ ശിഷ്യനായിട്ടെടുത്ത് ദുഷ്ടശക്തികളോട് യുദ്ധം ചെയ്യുന്ന ഒരു യുദ്ധവീരനാക്കി ഞാൻ അവനെ മാറ്റാം എന്ന് തായി പറയുന്നു. അവനെ എന്തിനാ നമ്മൾ കഷ്ടപ്പെടുത്തണേ? അവൻ ഉള്ളിടത്തോളം കാലം അവനെ സന്തോഷത്തോടെ നോക്കിയാൽ പോരെ? അവൻ ജനിച്ചത് ഏത് പേരിലും ആയിക്കോട്ടെ, എന്നാൽ അവൻ മരിക്കുമ്പോൾ അസുരനോ രാക്ഷസെന്നോ എന്ന പേരിലായിരിക്കരുത്. ആ പേര് മാറ്റണമെങ്കിൽ അതിന് ഇതേ ഒരു വഴിയുള്ളൂ എന്ന് ലീജിങ് പറയുന്നു. പിറ്റേ ദിവസം നേഷ കാവൽക്കാരൻ പറ്റിച്ച് പുറത്തിറങ്ങിയതും ഒരു പെയിന്റിംഗ് കാണുന്നു. അവൻ ആ പെയിന്റിംഗ് തൊട്ടതും ആ പെയിന്റിംഗ് അവനെ അതിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ നോക്കുമ്പോൾ ആ പെയിന്റിങ്ങിനുള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകം തന്നെ ഉണ്ടായിരുന്നു. അവിടെ തായി ഉണ്ട്. തായി അവനോട്, ദേഷ്യപ്പെടേണ്ട നീഷ, നിനക്ക് ഇവിടെ എന്ത് വേണേ ചെയ്യാം. ഈ ഒരൊറ്റ ബ്രഷ് മതി, നിനക്ക് മനസ്സിൽ വിചാരിക്കുന്ന എല്ലാം ഇവിടെ ചെയ്യാൻ കഴിയും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നീ എന്ന് ഇവിടെ വരുവാണെങ്കിൽ നിനക്ക് ഇതുപോലെ നിറയെ മാജിക് ഞാൻ പഠിപ്പിച്ചാൽ. എന്തു പറയുന്നു? നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ എന്നെ പഠിക്കാനാ? അങ്ങനെയാണോ? അന്നെ ഇത് കണ്ടോ? ഇത് നിനക്ക് പഠിക്കണം നീഷ. ആ, എനിക്കിത് പഠിക്കണം. ഇത്ര ഉള്ളോ? ഇത് എളുപ്പമല്ലേ? കുറച്ച് പാടുള്ളൊന്നുമില്ല. എടാ, ഇതാടെ ഉള്ളത് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം. ആദ്യം നീ ഇത് ചെയ്ത് കാണിക്ക്. അങ്ങനെയാണോ? എന്നാ ഇത് കണ്ടോ? രൂപം മാറ്, രൂപം മാറുവിൻ, രൂപം മാറൂ. അത് ശരി, എനിക്കിത് പഠിക്കാൻ 6 മാസമായടാ. നീ ഇത് പതിയെ ചെയ്താൽ മതി. ഞാൻ അപ്പോഴത്തേക്കും അത് പോയി ഉറങ്ങട്ടെ. ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.